സമയത്ത് അവൻ വാതിൽ തുറക്കും. അനുഭവങ്ങൾ ഒത്തിരിയാണ്. ഇത് കേട്ട സാക്ഷ്യങ്ങൾ അതാണ്. എങ്ങനെ ദൈവം വാതിൽ തുറക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. പ്രൈസ് ഗോഡ്. പക്ഷേ അതിൻ്റെ ചില കണ്ടീഷൻസ് ദൈവവചനത്തിലുണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ പ്രൈസ് ഗോഡ്. യെരമ്യാ പ്രവചനത്തിൻ്റെ പഠനം കഴിഞ്ഞ 31-ാം തീയതി കൊണ്ട് അവസാനിച്ചെങ്കിലും അതിലൊരു വാക്യത്തെക്കുറിച്ചുള്ളൊരു പ്രസംഗം ഞാൻ ബാക്കി നിർത്തിയിട്ടാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ പിരിഞ്ഞത്. അതുകൊണ്ട് ഈ മാസത്തിൽ ഫെയ്ത്ത് സിറ്റി സഭ ചിന്തിക്കുന്ന വിഷയം ആ ബുക്ക് എസെക്കിയേൽ പ്രവചനമാണ്. ഇവിടെ ഇരിക്കുന്ന അതിഥികളായി വന്നിട്ടുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ മാസം മുഴുവൻ അതിൻ്റെ 24 വരെയുള്ള അധ്യായങ്ങൾ പഠിച്ചാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് അനേകരുടെ അനുഭവത്തിൽ ഞാൻ പറയാം. പ്രൈസ് ഗോഡ്. കാരണം ദൈവവചനം എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ഒരു കൃതിയുമല്ല, അത് മനുഷ്യൻ്റെ എഴുത്തല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ആത്മാവിൽ എഴുതപ്പെട്ട വചനങ്ങളായതുകൊണ്ട് അത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അത് ദൈവത്തിന് തുല്യമാണ്. ആ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഇറ്റ് ഈസ് പാക്ഡ് വിത്ത് പവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ക്രിയ ചെയ്യാൻ തുടങ്ങും. ഡൈനാമിറ്റ് പോലെ ചെന്നത് പൊട്ടി കെട്ടുകളെ പൊട്ടിച്ച് നിങ്ങളെ സ്വതന്ത്രരാക്കി വെളിയിൽ കൊണ്ടുവരും. അതുകൊണ്ട് ഈ ഏപ്രിൽ മാസത്തിലേക്ക് പഠിക്കാനുള്ള പുസ്തകം എസെക്കിയേൽ പ്രവചനം ചാപ്റ്റർ 1 to 24. പ്രൈസ് ഗോഡ്. എന്നാൽ കഴിഞ്ഞ മാസം നമ്മൾ ചിന്തിച്ച യെരമ്യാ പ്രവചനത്തിൻ്റെ ഒരു വാക്യം നമ്മൾ നിർത്തിവെച്ചിരിക്കുന്ന അതേ വാക്യം വീണ്ടും രാത്രി വായിക്കാം. 31-ാം അധ്യായം 14-ാം വാക്യം. യെരമ്യാ 34-ാം അധ്യായം 31-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും, എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കുമ്പം എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും. പ്രൈസ് ഗോഡ്. ഇതാണ് കർത്താവ് പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ തന്നിരിക്കുന്ന ഉപദേശം. മുമ്പ് അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ഗോഡ്. അപ്പോൾ പുരോഹിതന്മാരുടെ പ്രാണൻ പുഷ്ടി കൊണ്ട് നിറയുമ്പോൾ നമുക്ക് നന്മകൾ കൊണ്ട് നമ്മളെ തൃപ്തരാക്കും. എന്ന് പറഞ്ഞാൽ ആത്മീയം ശരിയായാൽ ഭൗതികം ശരിയാകും. ഇത് ദൈവം മോശ മുതൽ ഇങ്ങോട്ട് തെളിയിച്ചു, മലാഖി വരെ അത് തെളിയിച്ചു. എന്നൊക്കെ ഇസ്രായേൽ ജനത്തിൻ്റെ ആരാധന നന്നായിട്ട് പോയോ അന്നെല്ലാം അവർക്ക് സമാധാനമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, ഐശ്വര്യമുണ്ടായിരുന്നു, അഭിവൃദ്ധി ഉണ്ടായിരുന്നു. എന്ന് അവരാലയത്തെ ഉപേക്ഷിച്ചുവോ, ആരാധന അഗണ്യമാക്കിയോ, പ്രൈസ് ഗോഡ്, എന്ന് അവരുടെ ദൈവത്തെ അവർ തള്ളിക്കളഞ്ഞോ, 2ാം സ്ഥാനം വെച്ചോ, അന്നൊക്കെ അവർക്ക് കഷ്ടകാലം വന്നു. അവർ താണ് പോയി. എന്നൊക്കെ ദൈവത്തെ ഉയർത്തിയോ അന്ന് അവർ ഉയർന്നു വന്നു. എന്നൊക്കെ ദൈവത്തിൻ്റെ സ്ഥലത്ത് നിന്ന് അകന്നുപോയോ താണ് പോയി. പ്രൈസ് ഗോഡ്. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളുടെ പരമ്പരയാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. ഇത് തന്നെയാണ് പുതിയ നിയമത്തിൻ്റെയും പ്രമാണം. പ്രൈസ് ഗോഡ്. ഇത് ന്യായപ്രമാണമല്ല, കൃപയുടെ പ്രമാണമാണ്, സമ്മതിച്ചു. പക്ഷേ പ്രൈസ് ഗോഡ്, ദൈവത്തോട് അടുത്ത് വന്നാൽ ദൈവം നിന്നോട് അടുത്ത് വരും. നീ ദൈവത്തോട് അടുത്ത് ചെന്നാൽ ദൈവം നിന്നോട് അടുത്ത് വരും. പ്രൈസ് ഗോഡ്. നീ ദൈവത്തെ വിട്ടു പോയാലോ ചിലർ ചിന്തിക്കുന്ന ദൈവത്തെ വിട്ടു പോയാൽ കൃപയുള്ള ദൈവം എന്നോട് ക്ഷമിക്കും, കൃപയുള്ള ദൈവം എന്നെ അനുഗ്രഹിക്കും, സ്നേഹവാനായ ദൈവം എന്നെ സഹായിക്കും. ശരിയാണ്. പക്ഷെ എങ്ങനെ സഹായിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് വിശ്വസിക്കാൻ. എങ്ങനെ സഹായിക്കുമെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് നീ അകന്നു പോയാൽ കൃപയുള്ള ദൈവം, സ്നേഹമുള്ള ദൈവം നിന്നെ പ്രൈസ് ഗോഡ് വാളവര തീറ്റിച്ച് തിരികെ കൊണ്ടുവരും. മനസ്സിലാക്കി കാണത്തില്ലായിരിക്കും. ലൂക്കോസ് 15-ാം അധ്യായത്തിലൊരു മുടിയൻ പുത്രൻ്റെ കഥയുണ്ട്. അപ്പൻ്റെ ഇന്ന് അവകാശം പിടിച്ച് മേടിച്ച് വഴക്കിട്ട് അത് വിറ്റ് കാശ് സ്വരൂപിച്ച് ദൂരെ പോയി. അപ്പൻ്റെ സന്നിധാനത്തിൽ നിന്ന് അകന്നുപോയി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവൻ ചെന്ന് കുറച്ച് നാളൊക്കെ നല്ല സുഖമായിട്ടൊക്കെ ജീവിച്ചു, അപ്പൻ്റെ കാശ് തീരുന്നവരെ. പ്രൈസ് ഗോഡ്. ദൈവത്തെ വിട്ട് അകന്നു പോയാൽ ദൈവത്തോട് ചേർന്നിരുന്ന കാലത്ത് ദൈവം തന്ന കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് നാൾ സുഖമായിട്ടൊക്കെ ജീവിക്കും. പ്രൈസ് ഗോഡ്. പക്ഷെ കുറച്ച് കഴിയുമ്പം പെട്രോൾ അടിക്കാൻ കാശില്ലാതെ വരുമ്പോൾ കാറ് വിൽക്കും. കുറച്ചുകൂടെ കഴിയുമ്പം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ
അരി മേടിക്കാൻ കാശില്ലാതെ വരുമ്പം വീടും വിൽക്കും. ഇങ്ങനെ വിറ്റ് 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 പോക്കറ്റ് കാലിയാകുമ്പം റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, വൈസ്മെൻ ക്ലബ്ബ് ഒക്കെ വയസ്സിനും ഒക്കെ പോവും. നീ തനിച്ചാവും. തീർന്നില്ല, അന്നേരമാണ് വായിക്കുന്നത്, അപ്പോൾ അവന് മുട്ടു വന്നു തുടങ്ങി. എങ്ങനെ? ദേശത്തൊരു കഠിന ക്ഷാമമുണ്ടായിട്ട് ദൈവം ദേശവ്യാപകമായിട്ട് നീ താമസിക്കുന്ന ആ ചുറ്റുപാടിലോട്ടൊരു ക്ഷാമം അങ്ങോട്ടയക്കും. ഈ ക്ഷാമം വരുമ്പോൾ മനസ്സിലാക്കി തിരിച്ചു വന്നാൽ അപ്പൻ്റെ വീട്ടിലെ സമൃദ്ധി കിട്ടിയനെ. പ്രൈസ് ഗോഡ്. പക്ഷേ തിരിച്ചു വരത്തില്ല. ദേശത്തെ പൗരന്മാരിൽ ഒരുവനെ പോയി ആശ്രയിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ ഈ പുത്രനെ പന്നികളെ മേയ്ക്കാൻ അയച്ചു. ഒരു യഹൂദന് ഏറ്റവും നിഷിദ്ധമായ ജോലിയാണ്. ദൈവത്തെ വിട്ടുപോയാൽ നല്ല പണി കിട്ടുകയില്ല. കിട്ടിയാലും പന്നി വളർത്തുന്ന പണിയായിരിക്കും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ പന്നി വളർത്തുന്ന പണി ഇവന് പറ്റിയ പണിയായിരുന്നു. കാരണം ലോകത്തിൽ അനേകം മൃഗങ്ങളുണ്ട്. ഇതിനെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും, പന്നിയെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വരും. ഇവൻ്റെ അതേ സ്വഭാവം. ഇവൻ വീട്ടിലെങ്ങനെ ആയിരുന്നു അതേ സ്വഭാവത്തിലുള്ളൊരു കുറേ മൃഗങ്ങളെ വളർത്താൻ ഇവന് കിട്ടി. ദൈവത്തിൻ്റെ നീതിയാണ്. ഏതായാലും പന്നി വളർത്താൻ ഏൽപ്പിച്ചു. പന്നിയെ വളർത്തിയാൽ കിട്ടുന്ന കാശുകൊണ്ട് ഒരു മസാല ദോശയ്ക്കില്ല. പന്നി തിന്നുന്ന വാളവര വാരി തിന്ന് വയറ് നിറക്കാൻ ആഗ്രഹിച്ചു, അതും കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഓർത്തു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്ര കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്ക തിരിച്ചു ചെന്ന് അപ്പനോട് പറയും, അപ്പ, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണം. ദൈവം സ്നേഹമുള്ളവനാണ്, ദൈവം കൃപയുള്ളവനാണ്, ദൈവം കരുണ കാണിക്കുന്നവനാണ്. അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് നേർമേറിയ വസ്ത്രം ധരിപ്പിച്ചു, കാലിന് ചെരുപ്പിടി വെച്ചു, കൈക്ക് മോതിരം പിടിച്ചു, തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് തിന്ന് കുടിച്ച് വാദ്യ നൃത്ത ഘോഷങ്ങളോടെ ആനന്ദിച്ചു. പക്ഷെ വാളവരെ തിന്നേണ്ടി വരും, പന്നിക്കുട്ടി കിടക്കേണ്ടി വരും. ഒഴിവാക്കാം അപ്പനെ വിട്ടു പോകാൻ ഞാൻ. പ്രൈസ് ഗോഡ്. അപ്പം ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ടുപോയി. അവരുടെ ആരാധന ശോഷിച്ചു, ദൈവവചനം പഠനം ശോഷിച്ചു, സ്തോത്രങ്ങൾ ശോഷിച്ചു, ഉപവാസങ്ങൾ ശോഷിച്ചു, ആത്മീയ വിഷയത്തിലെല്ലാം ഗ്രഹണി പിടിച്ചു. എല്ലാം ശോഷിച്ചു വന്നപ്പോൾ ദൈവം എന്തെന്നറിയാമോ? ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്ദർശനം അയച്ചു. പക്ഷെ അതിനു മുൻപ് ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടെ യെശയ്യാവ്, യിരെമ്യാവ്, ഹോശയ്യ, എസെക്കിയേൽ മുതലായ പ്രവാചകന്മാരിൽ കൂടെ വ്യക്തമായി സംസാരിച്ചു. മോനെ, ഈ പോക്ക് അപകടമാണ്, നീ തല്ലുകൊള്ളും, ഇടിമേടിക്കും, ഇതൊക്കെ പറഞ്ഞു. പക്ഷേ കൂട്ടാക്കിയില്ല. ഒടുക്കം അബദ്ധത്തിൽ ചാടിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എവിടാണ് വെളിപ്പെട്ടെന്നറിയാമോ? പിന്നെയും ദൈവം യിരെമ്യാവിൽ കൂടെ പറഞ്ഞു, പുരോഹിതന്മാരുടെ പ്രാണന് പുഷ്ടി വരുമ്പം നിനക്ക് നന്മ കൊണ്ട് തൃപ്തി വരും. ഞാനിവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിലായിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, എന്ന് നിങ്ങളുടെ ആത്മീയം ശരിയാകുമോ അന്ന് നിങ്ങളുടെ ഭൗതികം തന്നെ ഉയർന്നു വരും. അതുകൊണ്ട് ഈ ശൃംഖലയിലെ അവസാനത്തെ മെസ്സേജാണ് ഇന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മെസ്സേജ് നമ്മൾ ദൈവത്തിന് സ്തോത്രം ഏറ്റെടുത്ത് നിന്ന് പോകണമെന്ന് നിങ്ങളോട് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുകയാണ്. ആമീൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യം ഇതിനോട് ചേർന്ന്, അതിനുശേഷം യിരെമ്യാ പ്രവചനം 50-ാം അധ്യായം 17-ാം വാക്യം, ഇത് രണ്ടും കൂടെ വായിച്ച ശേഷം ഞാൻ മെസ്സേജിലേക്ക് കടക്കാം. യിരെമ്യാ 4:1. ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന് യഹോവയുടെ അരുളപ്പാട്. നീ മടങ്ങി വന്നാൽ നേർമേറിയ വസ്ത്രവും കാലിന് ചെരുപ്പും കൈക്ക് പൊന്മോതിരവും തടിപ്പിച്ച കാളക്കുട്ടിയും വേലക്കാരും സുഖസൗകര്യങ്ങളും കാത്തിരിക്കുകയാണ്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. അലഞ്ഞ് നടക്കേണ്ടി വരുന്നത് യു നീഡ് നോട്ട് വാണ്ടർ. അത് അടുത്തത് 50:17. പിന്നെ ഞാൻ ഇസ്രായേലിനെ അവൻ്റെ മേച്ചിൽ പുറത്തേക്ക് മടക്കി വരുത്തും. പിന്നെ ഞാൻ ഇസ്രായേലിനെ അവൻ്റെ മേച്ചിൽ പുറത്തേക്ക് മടക്കി വരുത്തും. 4 വിധ സ്ഥലങ്ങളിൽ അവർ മേയും, അവർ മേഞ്ഞ് തൃപ്തി വരും. അവൻ കാർമേലിൽ ബാശാനിൽ മേഞ്ഞുകൊണ്ടിരിക്കും.
എഫ്രൈം മലനാട്ടിൽ ഗിലെയാദിലും മേഞ്ഞ് അവന് തൃപ്തി വരും. ഗിലെയാദ് 4 സ്ഥലത്ത് മേഞ്ഞ് തൃപ്തി വരും. പ്രൈസ് ഗോഡ്. ഇസ്രായേലിർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അത് എഴുതി നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് എടുത്തു പറയാം. ബാശാനിൽ എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ നേരെ നിനക്ക് ജയം തരും. പ്രൈസ് ഗോഡ്. കാർമേലിൽ എന്ന് പറഞ്ഞാൽ ആരാധനയിൽ നിനക്ക് യഥാസ്ഥാനം പെടണം, നീ യഥാസ്ഥാനപ്പെട്ടാൽ. പ്രൈസ് ഗോഡ്. എഫ്രൈം മലനാട്ടെന്ന് പറയുമ്പോൾ എഫ്രൈം മലനാട്ടിൽ നിന്ന് ആരാധനയ്ക്ക് വേണ്ടി ശീലോ വരെ യാത്ര ചെയ്തു പോയ ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹം തലമുറയിൽ അവർക്ക് ലഭിച്ചു. അപ്പോൾ എഫ്രൈം മലനാട് തലമുറയുടെ അനുഗ്രഹമാണ്. ഗിലെയാദ് എന്ന് പറയുമ്പോൾ ഗിലെയാദ് ദൈവവചനത്തിൽ രോഗശാന്തിയുടെ ഉറവിടമാണ്. ഗിലെയാദിലെ വൈദ്യനും ഗിലെയാദിലെ നല്ല തൈലവും അക്കാലത്ത് പ്രസിദ്ധമായിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ 4 വിധത്തിലുള്ള നന്മകൾ കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. 1 ഭൗതിക നന്മകൾ, 2 തലമുറയിലെ നന്മകൾ, 3 ആരോഗ്യത്തിൽ നന്മകൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 4 ദൈവത്തിന് സ്തോത്രം ആത്മീയമായ നന്മകൾ. പക്ഷേ ഇതിലാദ്യം ആത്മീയം, തുടർന്ന് ബാക്കി 3. ഇതാണ് ഈ വാക്യത്തിൻ്റെ ആകത്തുക. ഇതിനെ ആസ്പദമാക്കി 31-ാം അധ്യായത്തിലെ വളരെ വിശദമായി 30-ാം അധ്യായത്തിൽ വിശദമായി ഈ 4 വിധത്തിലുള്ള നന്മകൾ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇതിൽ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് നമ്മൾ ചിന്തിച്ചത് ആത്മീയം ശരിയായാൽ ഭൗതികം ശരിയാകും. ഭൗതികത്തിൽ ലഭിക്കുന്ന നന്മകളുടെ ഒരു പട്ടിക തന്നെ നമ്മൾ പറഞ്ഞു. പ്രവാസം മാറ്റും, നിൻ്റെ ദേശത്തേക്ക് മടക്കി വരുത്തും, നീ ദേശം കൈവശമാക്കും, നിൻ്റെ തലമേലുള്ള കഴുത്തിലുള്ള നുകം ഒടിച്ച് ബന്ധനം മറുക്കും, അന്യന്മാർ നിന്നെ ഭരിക്കയില്ല, നീ സ്വതന്ത്രനാകും. പ്രൈസ് ഗോഡ്. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈരമായിരിക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. നിൻ്റെ പ്രവാസം മാറ്റി, നിൻ്റെ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റും, നിൻ്റെ നഗരം അതിൻ്റെ കൽക്കുന്നിൽ പണിയപ്പെടും, നിൻ്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും, നിൻ്റെ അരമന യഥാസ്ഥാനപ്പെടും, സന്തോഷിക്കുന്നവരുടെയും സ്തോത്രക്കാരുടെയും സ്വരം അതിൽ നിന്ന് പുറപ്പെടും, നീ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കും, എഴുന്നേറ്റ് സിയോനിലേക്ക് നാം പോകാം, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പോകാം എന്ന് വീട്ടിനകത്ത് നിന്ന് വിളിച്ചു പറയും. അങ്ങനെ നിങ്ങൾ സിയോനിൽ കയറി ഘോഷിച്ച് ഉല്ലസിക്കും, നിങ്ങളുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാകും. പ്രൈസ് ഗോഡ്. അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും, അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. ഇത്രയും വിഷയങ്ങൾ പ്രൈസ് 9-18 വിഷയങ്ങളിൽ വിടുതൽ തരും. ആത്മീയവും ഭൗതികവും ശരിയായി കഴിയുമ്പോൾ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഭൗതിക വിഷയത്തിൽ പ്രാർത്ഥിച്ചാൽ എങ്ങനെയൊക്കെ ദൈവം അത്ഭുതകരമായ മറുപടി തരുമെന്ന് ഈ കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ ഈ മെസ്സേജ് കേട്ട ശേഷം ഇവിടെ ഇരിക്കുന്ന ഒരു കുടുംബം, അവരുടെ ഒരു പ്രോബ്ലം എന്തായിരുന്നു വെച്ചാൽ അവരുടെ കുടുംബത്തിൻ്റെ അവരുടെ അവകാശമായി കിട്ടേണ്ട വസ്തു കുടുംബത്തിൽപ്പെട്ട വേറൊരാൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുക. ഇവർ ചോദിച്ചോ പറഞ്ഞു കൊടുക്കുക, തരത്തില്ല, നിങ്ങൾ വേറെ പണി നോക്കിക്കൊള്ളാൻ പോകും. ഇവർ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി. ഭർത്താവ് പറഞ്ഞു ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി. പക്ഷേ ഭാര്യ പറഞ്ഞു എൻ്റെ അവകാശമാണ്, കിട്ടിയില്ലെങ്കിൽ എനിക്ക് സങ്കടമാണ്, എൻ്റെ പിതാക്കന്മാരുടെ അവകാശമാണ്. വേദപുസ്തകത്തിലുണ്ടത്. പ്രൈസ് ഗോഡ്. ദൈവകുളത്ത് കിടക്കുന്ന സ്ഥലമാണ്, കൊടുക്കുകയില്ല. ദൂതൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഒരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഉണ്ടായത് എന്താണെന്ന് ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന് പറയുമ്പം ദൈവം ഇത്ര അത്ഭുതം ചെയ്യുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. നടന്ന സംഭവമാണ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചതാണ് ഈ അടുത്തിട. അതൊന്ന് വന്ന് ആരാ പറയുന്നത് വെച്ചാൽ മുമ്പോട്ട് വന്ന് സാക്ഷി പറഞ്ഞാട്ടെ. പെട്ടെന്ന് കുടുംബമായിട്ട് വന്നാലും കുഴപ്പമില്ല, പറയുന്ന ഒരാൾ പറഞ്ഞാലും മതി. പെട്ടെന്ന് ഞാൻ പറഞ്ഞത് ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിലും ദൈവം പ്രവർത്തിക്കും. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം തരാമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് പരിചയപ്പെടുത്താം. എറണാകുളത്ത് പലർക്കും സുപരിചിതനാണ്. ദൈവകുളത്ത് ആസ്ഥാനമാക്കി കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സിവിൽ എഞ്ചിനീയറായി മറയൂർ മുതൽ ഉള്ള ചിന്നാറ് മുതലുള്ള സകല പ്രദേശത്തിൻ്റെയും ഭരണം ഒരു കാലത്ത് നടത്തിയിരുന്ന ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം, വേലായുധൻ സാർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിക്ടോറിയ. ഇവരുടെ കുടുംബം ദേവികുളത്ത്. ഇവരുടെ ഒരു മകള് BDS പഠിക്കുമ്പോൾ കല്ലാർ ദുരന്തത്തിൽ ചില മെഡിക്കൽ സ്റ്റുഡൻസ് പോയി മുങ്ങി മരിച്ചത്
നിങ്ങൾ പത്രത്തിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിലൊരു ഒരാൾ ഇവരുടെ മകളായിരുന്നു. ആ മകളുടെ മരണം അവൾ പിൻപറ്റിയ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ അവളുടെ ഡയറിയിൽ എഴുതിയിട്ടിരിക്കുന്നത് കണ്ടത് വായിച്ച് യേശു മാത്രം ഉത്തമനായിട്ടുള്ള രക്ഷകനായിട്ടുള്ള ഒരുവനെന്ന് മനസ്സിലാക്കി ഒരു കുടുംബമായി വിശ്വാസത്തിൽ വന്നു ഇന്ന് ഞങ്ങളോടൊന്നിച്ച് ആരാധിക്കുന്നു. ഇതാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്. ഇനി നടന്ന സംഭവം അവരിൽ തന്നെ കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾ കുടുംബമായി ഫേസ് സിറ്റി ചർച്ചിൽ കർത്താവിനെ ആരാധിച്ചു വരുന്നു. എൻ്റെ ഭാര്യ വിക്ടോറിയയ്ക്ക് അവകാശപ്പെട്ട മാതാവിൻ്റെ മരണശേഷം ലഭിക്കേണ്ടിയിരുന്ന 10 സെൻറ്റ് സ്ഥലവും വീടും മാതാവിൻ്റെ സഹോദരി സ്റ്റെല്ല അമ്മയുടെ കൈവശം കഴിഞ്ഞ 30 വർഷമായിട്ടിരിക്കുകയായിരുന്നു. വിക്ടോറിയയുടെ അമ്മയുടെ വീട് അവർ ഇടിച്ചു കളഞ്ഞ് അവർ ഇപ്പോൾ 81 വയസ്സുണ്ട്. വിൽപത്രം എഴുതിച്ചു മറ്റുള്ള മക്കൾക്ക് വേണ്ടി. തിരികെ ലഭിക്കത്തില്ല എന്ന് കരുതിയിരുന്ന വസ്തുവിനായി രഹസ്യമായി വിക്ടോറിയ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. എനിക്ക് അത്രത്തോളം അതിനോട് താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്കൊരു നല്ല ഭാര്യയെ സ്വർഗത്തിലെ ദൈവം തന്നതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുകയായിരുന്നു. സ്തോത്രം. കാരണം ഈ സത്യദൈവത്തെ അറിയുവാൻ തക്കവണ്ണം എന്നെ വിളിച്ച് യേശുവിൻ്റെ സുവിശേഷം ആദ്യമായി അറിയിച്ച എൻ്റെ ഭാര്യ. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാളും വലിയ ഭാഗ്യം എൻ്റെ ജീവിതത്തിലില്ല. സ്തോത്രം. ഫേസ് സിറ്റി ചർച്ചിൻ്റെ പാസ്റ്റർ PR ബേബി അവരുടെ നിർദ്ദേശപ്രകാരം കുടുംബമായി ഞങ്ങൾ ഒരു നേരം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ദിവസങ്ങളിൽ 2 ദിവസം ഒരു കാട്ടാന ഒറ്റയാൻ കൊമ്പൻ രാത്രിയിൽ സ്റ്റെല്ലാമ്മയുടെ വീട്ടിൻ്റെ മുറ്റത്ത് വാഴയും പറിച്ച് തിന്നുകൊണ്ട് നിലയുറപ്പിച്ചു. സ്റ്റെല്ല അമ്മച്ചിക്ക് 81 വയസ്സായ അമ്മച്ചി ഉറക്കമുണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തുമിരുന്നു. ആനയും അമ്മച്ചിയും തമ്മിൽ ഒരു ഭിത്തി ദൂരം. പ്രൈസ് ദി ലോർഡ്. പുലർച്ചെ 6:10 ആന അവിടെ നിന്നും മടങ്ങിയത്. സ്തോത്രം. പിന്നീട് അങ്ങോട്ട് ആവശ്യപ്പെടാതെ വിക്ടോറിയയ്ക്ക് അവകാശപ്പെട്ട വസ്തു തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നതായി അവർ പിറ്റേന്ന് സമ്മതിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആന വന്ന് ആ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന കാട്ടാന വന്ന് ഒറ്റയാൻ കൊമ്പൻ വന്ന് നിൽക്കുന്ന ചിത്രം നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിച്ചാൽ, കാട്ടിൽ നിന്ന് കാട്ടാനെ കൊണ്ടുവന്നായാലും എൻ്റെ നിൻ്റെയും വിഷയത്തിന് പരിഹാരം തരത്തക്കവണ്ണം മനസ്സുകൾക്ക് പരിവർത്തനമുണ്ടാക്കുവാൻ, അധികാരികളിൽ ചലനമുണ്ടാക്കുവാൻ, എതിരാളികളിൽ ചലനമുണ്ടാക്കുവാൻ, നിന്റെ മുതൽ പിടിച്ചു വച്ചിരിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ചലനമുണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ ഒന്ന് ആരാധിക്കാമോ ഇന്ന് രാത്രി? ശത്രു പിടിച്ചു വെച്ച നന്മകൾ, ശത്രു പിടിച്ചു വെച്ച അനുഗ്രഹങ്ങൾ, ശത്രു പിടിച്ചു വെച്ച ഉയർച്ചകൾ, അഭിവൃദ്ധികൾ, ഐശ്വര്യങ്ങൾ വെളിയിൽ വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവമേ, നിന്റെ ശക്തിയും നിന്റെ കൃപയും അയച്ച് ഞങ്ങളുടെ നന്മകൾ, ശത്രു തടുത്തു വെച്ചത്, ശത്രു പിടിച്ചു വെച്ചത്, ശത്രു കരത്തിൽ വെച്ചത്, ശത്രു ബന്ധിച്ചിട്ടിരിക്കുന്നത്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് വെളിയിൽ വാ. ശക്തിയോടെ ആരാധിച്ചാട്ട് ചിലത് വെളിയിൽ വന്നേ പറ്റൂ. ഭൗതിക നന്മകൾ ശത്രു തടഞ്ഞു വെച്ചത് come out. തലമുറയുടെ നന്മകൾ ശത്രു തടഞ്ഞു വെച്ചത് യേശുവിന്റെ നാമത്തിൽ വെളിയിൽ വാ. ആരോഗ്യത്തിന്റെ, ശാരീരികമായ ആരോഗ്യത്തിന്റെ അനുഗ്രഹങ്ങൾ ശത്രു തടഞ്ഞു വെച്ചത് ഇന്ന് രാത്രി വെളിയിൽ വരട്ടെ, വെളിയിൽ വരട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് രാത്രി ഭൗതിക നന്മകളെല്ലാം നമ്മൾ ചിന്തിച്ചു. ഇനി 2 ബാക്കിയുള്ള സമയം കൊണ്ട് നമ്മൾ ചിന്തിക്കണം. പ്രൈസ് ഗോഡ്. തലമുറയുടെ നന്മ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 30-ാം അധ്യായം 10-ാം വാക്യം. ആകയാൽ എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഇസ്രയേലേ, നീ ഭ്രമിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. നീ
ഭയപ്പെടേണ്ട, നീ ഭ്രമിക്കുകയും വേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട് തൻ്റെ ദാസനായ യാക്കോബിനോട് ഏത് വിഷയത്തിലാണെന്നറിയാം? അടുത്തത്, ഞാൻ നിന്നെ ദൂരത്ത് നിന്നും നിന്റെ സന്തതിയെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും. നിന്നെയും നിന്റെ സന്തതിയെയും പ്രവാസദേശത്ത് നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് യാക്കോബേ, നീ ഭയപ്പെടേണ്ട, പിന്നെ നീ ഭ്രമിക്കുകയും വേണ്ട. ഹല്ലേലൂയ. ഭയവും ഭ്രമവും തമ്മിൽ വലിയ ഡിഫറൻസസ് ഉണ്ട്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് വിടുക, എപ്പോഴെങ്കിലും പറയാം. നീ ഭയപ്പെടുകയും വേണ്ട, ഭ്രമിക്കുകയും വേണ്ട. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഭയം, പ്രൈസ് ഗോഡ്, പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് സംഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, ഭ്രമിക്കുന്നത് ചിന്തിക്കുന്നതിനപ്പുറത്ത് നടക്കുമ്പോൾ, ഇന്ന് രാത്രി നിന്റെ ചിന്തയ്ക്കും നിന്റെ ഭയത്തിനും അറുതിയിടത്തക്കവണ്ണം നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരു വിടുതൽ കൽപ്പിക്കാൻ കഴിയുമെന്ന് യാക്കോബിന്റെ ദൈവമായിരിക്കുന്ന, ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി അരുളി ചെയ്യുമ്പോൾ അത് ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, ദുരാജമന, ഞാൻ പ്രാരംഭമായി പറഞ്ഞ വിഷയം ഒന്നുകൂടെ നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി പറയാം. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ തലമുറയെ തിരിച്ചു കൊണ്ടുവരുവാൻ, വീട് വിട്ടുപോയ തലമുറയെ തിരിച്ചു കൊണ്ടുവരുവാൻ, പഠനത്തിൽ നഷ്ടപ്പെട്ടു പോയവനെ തിരിച്ചു കൊണ്ടുവരുവാൻ, ജോലിയിൽ നഷ്ടപ്പെട്ടവനെ തിരിച്ചു കൊണ്ടുവരുവാൻ, സമ്പത്തിൽ നഷ്ടപ്പെട്ടവനെ തിരിച്ചു കൊണ്ടുവരുവാൻ, നിന്നെയും നിന്റെ സന്തതിയെയും മടക്കിക്കൊണ്ടുവരുവാൻ സർവശക്തനായ ഒരുവനുണ്ടെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കി തലമുറയുടെ വിടുതൽ കണ്ണിൽ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കാമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി തലമുറകള് നന്മകളുമായി മടങ്ങി വരട്ടെ, നന്മകളുമായി മടങ്ങി വരട്ടെ, നന്മകളുമായി മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. മുടിയംപുത്രം മടങ്ങി വന്നത് 2000 വർഷം മുമ്പ് വേദപുസ്തകത്തിലിരുന്ന കഥയായിട്ട് നിങ്ങൾ കണക്കാക്കല്ലേ. ഇന്നും നടക്കുന്നുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്, അക്ഷരാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചിറ്റാറെന്ന് പറഞ്ഞ റാന്നിക്കടുത്തൊരു സ്ഥലത്ത് അവിടുത്തെ IPC സഭയുടെ കൺവെൻഷന് വേണ്ടി ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ, അന്ന് മുടിയംപുത്രൻ്റെ കഥയാണ് പ്രസംഗിച്ചത്. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഞങ്ങളെ ഇട്ടിട്ട് പോയിട്ട് 9.5 വർഷമായി. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിന് 6 മാസം വയറ്റിൽ കിടക്കുമ്പോഴാണ് പോയത്. ആ കുഞ്ഞിനെ അങ്ങനെ കണ്ടിട്ടില്ല. 9.5 വർഷമായി. ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഇന്നത്തെ പ്രസംഗം കേട്ടപ്പം എനിക്ക് തോന്നി മടങ്ങി വരാൻ സാധ്യതയുണ്ട്. എടാ, ദൂത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തൊട്ടാൽ അറിയാൻ പറ്റും, ഇത് എന്നോടാണ്, ഇത് എൻ്റെ വിഷയമാണ്, എനിക്ക് തിരികെ കിട്ടാൻ വകുപ്പുണ്ട്. ഇന്ന് രാത്രി കാട്ടാനെ കൊണ്ടുവന്നായാലും നിനക്ക് വരേണ്ട മുതല് നിന്റെ കയ്യിൽ കൊണ്ടുവന്ന ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി ദൈവകൃപയുടെ വ്യാപാരം മനസ്സിലാക്കി നിന്റെ തലമുറയ്ക്ക്, നിന്റെ മക്കൾക്ക് ശത്രു പിടിച്ചു വെച്ച നന്മ തിരികെ കിട്ടുവാൻ കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞ് ആരാധിക്കാമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവകൃപ വരട്ടെ. അവരുടെ തലമുറകളെ പിടിച്ചു വെച്ചിരിക്കുന്ന, തടഞ്ഞു വെച്ചിരിക്കുന്ന നന്മകൾ പിടിച്ചു വെച്ചിരിക്കുന്ന ദുഷ്ടശക്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പുറത്തുപോ. പ്രൈസ് ഗോഡ്. ഈ സ്ത്രീ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞത് 4 ഏത് വിഷയം നടക്കാനും 4 കാര്യം ചെയ്താൽ മതി. വെറും 4 കാര്യം പറഞ്ഞുതരാം, മനസ്സുണ്ടെങ്കിൽ കേട്ടോ. 1 പ്രാർത്ഥന, 2 വായന വചനം, 3 ആരാധന, 4 ഉപവാസം. ഇത് 4ഉം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടും മനസ്സുണ്ടായാൽ മതി. ദൈവവചനപ്രകാരം പ്രാർത്ഥിക്കണം, ദൈവവചനം വായിച്ചതനുസരിച്ച് ജീവിക്കണം, എന്നിട്ട് ദൈവവചനപ്രകാരം ആരാധിക്കണം. എന്നിട്ട് ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ നീങ്ങിപ്പോകത്തില്ല. ചിലതിനൊരു ചെറിയ ഉപവാസം കൂടെ എടുക്കേണ്ടി വരും. ഈ വിഷയത്തിന് കാട്ടാനെ ഇളക്കാൻ വേണ്ടി ഒരു നേരം 3 ദിവസം ഉപവാസം എടുത്തേ ഉള്ളൂ. കാട്ടിക്കിടക്കുന്ന കാട്ടാനെ കൊണ്ടുവരാൻ ദിവസം ഒരു നേരം വെച്ച് 3 ദിവസത്തെ ഉപവാസം എടുത്തുള്ളൂ. പ്രൈസ് ഗോഡ്. കോടനാട് വനത്തിൽ മുഴുവനും വാരിക്കുഴി കുഴിച്ചാൽ വീഴാത്തവൻ 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ തന്നെ താട്ടിന്ന് വെളി വന്നു.
ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് വേണ്ടി ഇളക്കേണ്ടതിനെ ഇളക്കുവാൻ, അയക്കേണ്ടതിനെ അയക്കുവാൻ, പുറപ്പെടുവിക്കേണ്ടതിനെ പുറപ്പെടുവിക്കുവാൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു ശരി, ഒരു കുഴപ്പമില്ല, ഈ 4 കാര്യം അവർ ചെയ്യാമെന്ന് പറഞ്ഞു. ആവശ്യക്കാരൻ ചെയ്യും, അല്ലാത്തവൻ അന്തിച്ചിരിക്കുക, അല്ലാതെ ഒരു കാര്യം ഏറ്റെടുക്കുക. ഈ വിടുതലിൻ്റെ സമയമാകുമ്പോഴാണ് അത് തോന്നത്തുള്ളൂ കേട്ടോ. ഏതായാലും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവരത് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞതുപോലെ വായിക്കാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും അവർ തീരുമാനിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർ ദൈവവചനം വായിക്കാൻ, ഞാൻ പറഞ്ഞു കൊടുത്ത ഭാഗങ്ങൾ അവർ വായിക്കാൻ തുടങ്ങി. 16 രാത്രിയെ വായിച്ചുള്ളൂ. 17-ാം ദിവസം നേരം വെളുത്തപ്പം പുറപ്പെട്ടു പോയവൻ, 9.5 കൊല്ലം കൊണ്ട് പുറപ്പെട്ടു പോയവൻ വീണ്ടും പഠിക്ക് നിൽക്കുക. അദ്ദേഹം ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ വന്ന് ഒരു സാക്ഷി പറഞ്ഞിട്ട് പോയി. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൻ്റെ നന്മ തടുത്തു വച്ചിരിക്കുന്ന, തലമുറയുടെ നന്മ തടുത്തു വച്ചിരിക്കുന്ന, അനുഗ്രഹങ്ങളെ തടുത്തു വച്ചിരിക്കുന്ന പൈശാചിക പ്രവൃത്തികളെ നിർവീര്യമാക്കുന്ന പ്രാർത്ഥനയുണ്ട്, നിർവീര്യമാക്കുന്ന ആരാധനയുണ്ട്, നിർവീര്യമാക്കുന്ന വായനയുണ്ട്, നിർവീര്യമാക്കുന്ന ഉപവാസമുണ്ട്. ഏറ്റെടുത്ത് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഇത് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, എനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന്. കാട്ടാനെയല്ല, കാട്ടുപോത്തേനെങ്കിലും വിട്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിരുന്നെങ്കിലെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പലരുടെയും വിഷയത്തിന് കാട്ടാനും വന്നാൽ പോരാ, കാട്ടാനെയും കാട്ടുപോത്തും കൂടെ വരണം. ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിന് നമ്മുടെ ആത്മീയ നിലവാരം ഒന്ന് ഉയരണം. ഈ വെട്ടിപ്പും തട്ടിപ്പും സ്ത്രീ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ, ഒരു പട്ടിക തന്നെ വേണമെങ്കിൽ പറയാനുണ്ട്. ഇതെല്ലാം കയ്യിൽ നിന്ന് പോകണം. ഈ കൈകൾ നിഷ്കളങ്കമാകണം. ഇത് നമ്മുടെ കയ്യെ നമുക്കറിയാലോ ഇത് എവിടെയൊക്കെ എന്തൊക്കെ പരിപാടിയാണെന്നുള്ളത്. ഇതിൽ ഒരു കുറ്റവും കാണാതെ ഉണ്ട് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ. പ്രൈസ് ഗോഡ്. അപ്പം ഒന്നാമത് പറയുന്നു, തലമുറയുടെ വിഷയത്തിൽ ഒന്നാമത് പറയുന്നു, നിന്റെ സന്തതിയെ ദൂരത്ത് നിന്ന് ഞാൻ വരുത്തി രക്ഷിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് 30-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല. നിന്നെ ചിതറിച്ച സകല ജാതികളെ ഞാൻ മുടിക്കും, പക്ഷെ നിന്നെ മുടിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ഇടത്തും വലത്തും പ്രശ്നം വന്നാലും നിന്നെ മുടിക്കാതെ സൂക്ഷിക്കാൻ കഴിവുള്ള, നിന്റെ തലമുറയെ മുടിക്കാതെ സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന വ്യക്തികളെ ഞാൻ ഇവിടെയുള്ളതല്ല പറയുന്നത്, നിന്റെ തലമുറ ആയിരിക്കുന്ന സ്ഥലത്ത് അവന്റെ ഇടത്തും വലത്തും 1000 പേർ വീഴും, എന്നാലും ഒരു ബാധയും നിന്നോട് അടുത്ത് വരികയില്ലെന്ന് പറഞ്ഞ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എന്നാൽ ഒരു ബാധയും നിന്നോട് അടുത്ത് വരികയില്ല. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ബാധിക്കയില്ല. നിന്റെ തലമുറയെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന പലരുടെയും കുഞ്ഞുങ്ങൾ ഈ ഭൂഗോളത്തിൻ്റെ അപ്പുറത്താണ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്, 2 അമേരിക്കയിലാണ്, ചിലത് നിങ്ങൾ ഇംഗ്ലണ്ടിലാണ്, ചിലത് നിങ്ങൾ ഗൾഫിലാണ്, ചിലത് കാനഡയിലാണ്, ചിലത് ഓസ്ട്രേലിയയിലാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് ഇവരുമായിട്ടുള്ള അകലം പ്ലെയിനെ പോയാൽ തന്നെ 10-15 മണിക്കൂറുണ്ട്. പ്രൈസ് ഗോഡ്. അയ്യോ പൊത്തൊന്ന് വിളിച്ചാൽ ഓടിച്ചെല്ലാനായിട്ട് 10-15 മണിക്കൂർ എടുക്കുമെന്ന് പ്ലെയിനെ കയറി ഇരുന്നിട്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, അവൻ അവിടെ ഇരുന്ന് അയ്യോ പൊത്തോന്ന് വിളിക്കുമ്പോൾ നീ ഇവിടെ ഇരുന്ന് അയ്യോ ദൈവമേ എന്ന് വിളിച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റ അടിയുണ്ട്, നിന്റെ മകൻ്റെ വിഷയത്തെ ദൈവം തൊട്ടിരിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവകൃപ നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കാതിരിക്കല്ലേ. ജീസസ് പുറബന തല റംബരയുടെ ശിഖബല രദിനജല ഹസ്തുന ജപന അതുരക ജനബല ഹത്തൽ കൗഡയ ശബ്ദർ കൗഡക ജനബല ദലബല ഹത്താൽ തര ഭാരക ജാനക ലൈദക ജഗനക ശബ്ദര ബലബല ഹത്തുന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഭൂലോകത്തിന്റെ 5 വൻകരകളിലും പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവകൃപ വ്യാപരിക്കണമേ. ആമേൻ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി
ഈ 8:10 മണിക്ക് 8 മണി കഴിഞ്ഞ് 10 മിനിറ്റായ ഈ സമയത്ത് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് പ്രൈസ് ഗോഡ് ഈ ശക്തി മേളിലോട്ട് പ്രാർത്ഥന പോയി തിരിച്ചിങ്ങോട്ട് ചെന്ന് ഹിറ്റ് ചെയ്യുമെന്ന്, മിസൈൽ പോലെ ഹിറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നവർ എത്ര ഇവിടെ വന്നിട്ടുണ്ട്? ഞാൻ പറയട്ടെ, അമേരിക്കയുടെയും റഷ്യയുടെയും പ്രൈസ് ഗോഡ് ഇന്ത്യയുടെയും മിസൈലുകൾക്കൊക്കെ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തു വിട്ടാൽ അത് ഇവിടെ നിന്ന് പൊങ്ങി അവിടെ പോയി വീണ് നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിവുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനേക്കാൾ ശക്തിയുള്ള മിസൈലാണ് നിന്റെയും എന്റെയും പ്രാർത്ഥന. ഇത് ഇവിടെ നിന്ന് പൊങ്ങി ചെല്ലേണ്ടടുത്ത് ചെന്ന് അത് പൊട്ടി കഴിയുമ്പോൾ ശത്രുവിന്റെ അടിസ്ഥാനം തകർന്ന് കെട്ടുകൾ പൊട്ടി ബന്ധനങ്ങൾ അഴിഞ്ഞ് നിന്റെ കുടുംബത്തിൽ നിന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ തലമുറയുടെ വിഷയത്തിന് പരിഹാരമുണ്ടാകും. യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചലിക്കട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വിടുവിക്കൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സ്തോത്രം. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചയിൽ ഒരു സാക്ഷ്യമുണ്ട്. സാം വന്നുണ്ടോ? പ്രൈസ് ഗോഡ്. സാമൊന്നും എഴുന്നേറ്റ് പറയിപ്പിക്കുന്നില്ല. ഈ ഇരിക്കുന്ന സാമ് അത് ഇരുന്നട്ടെ. പ്രൈസ് ഗോഡ്. ഇംഗ്ലണ്ടിൽ ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾക്കറിയാമോ, ഇംഗ്ലണ്ട് വർക്ക് പെർമിറ്റ് കിട്ടാൻ പാടാ, കിട്ടുകയല്ല, ഇംപോസിബിൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഫെയ്ത്ത് സിറ്റിയിൽ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ തലമുറകൾക്ക് ഇതുപോലെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്നുള്ള ദൂത് ഏറ്റെടുത്ത് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. എംബസിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഒരൊറ്റ സപ്പോർട്ടിംഗ് പേപ്പർ വച്ചില്ല. പ്രൈസ് ഗോഡ്. വിശ്വാസം കൊണ്ടല്ല, വച്ചില്ല. വച്ചിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ച് വെച്ചില്ല. എല്ലാവരും പറഞ്ഞു വയ്ക്കേ, പക്ഷെ പുള്ളി വച്ചില്ല. പ്രൈസ് ഗോഡ്. ചുമ്മാ അപ്ലൈ ചെയ്തു. പാസ്പോർട്ട് തിരിച്ച് കിട്ടിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അതിൽ വിസ കാണത്തില്ലെന്ന് വിചാരിച്ചാൽ തുറന്നു നോക്കിയപ്പോൾ വർക്ക് പെർമിറ്റ് അടിച്ച് വന്നേക്കുക. ഇന്ന് രാത്രി നിന്റെ കടലാസം കൊണ്ടല്ല കാര്യം നടക്കുന്നത്, നിന്റെ രേഖകൾ കൊണ്ടല്ല കാര്യം നടക്കുന്നത്, നീ കൊടുക്കുന്ന തെളിവുകൾ കൊണ്ടല്ല കാര്യം നടക്കുന്നത്. സ്വർഗത്തിലെ ദൈവം നിന്നോട് കൽപ്പിച്ചാൽ, കൽപ്പിക്കേണ്ടവനോട് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചാൽ നിന്റെ തലമുറ തെണ്ടി നടക്കേണ്ടി വരത്തില്ല, അലഞ്ഞു നടക്കേണ്ടി വരത്തില്ല. നിന്റെ മുന്നിലുള്ള മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കി കളഞ്ഞാൽ ഇസ്രായേലേ, നീ അലഞ്ഞു നടക്കേണ്ടി വരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൻ ശരിയായ മക്കൾക്ക് ഗുണമാന്ന്. അപ്പൻ ദൈവത്തെ ആരാധിച്ച മക്കൾ അലഞ്ഞു നടക്കേണ്ടി വരത്തില്ലെന്ന്. വിളിക്കുന്ന മക്കൾ വിചാരിക്കുക എൻ്റെ അപ്പൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ അലയുന്നത്. എനിക്കറിയത്തില്ല. ഒരു കാര്യം ശരിയാ, നീതിമാൻ തുണയില്ലാതിരിക്കുന്നത്, അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ദാവീദ് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. ദാവീദ് ഗോലിയാത്തിനെ കണ്ടിട്ടുണ്ട്, മറന്നുപോകുന്ന അപ്പനെയും അമ്മയും കണ്ടിട്ടുണ്ട്, നിന്ദിക്കുന്ന സഹോദരന്മാരെ കണ്ടിട്ടുണ്ട്, അധിക്ഷേപിക്കുന്ന ഭാര്യയെ കണ്ടിട്ടുണ്ട്, കുന്തം ചാണ്ടുന്ന അമ്മായിയപ്പനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ദാവീദ് ഒരു കാര്യം കണ്ടിട്ടില്ല, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും. നിന്റെ സന്തതി അലഞ്ഞു നടക്കേണ്ടി വരത്തില്ല, നിന്റെ സന്തതി ആഹാരം ഇരക്കേണ്ടി വരത്തില്ല. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിച്ച് ഏറ്റെടുക്കുക. നിന്റെ തലമുറയെ സഹായിക്കുന്ന ദൈവമാണ്. അല്പം ആരാധിക്കാമോ ഇന്ന് രാത്രി? ദൈവം നമ്മുടെ മക്കളെ സഹായിച്ചേ പറ്റൂ, നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിച്ചേ പറ്റൂ, നമ്മുടെ തലമുറകളെ സഹായിച്ചേ പറ്റൂ. ആരാധന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില മിസൈലുകൾ പോകുന്നത് പോലെ ഈ സമയത്ത് ഈ ഹോളിൽ നിന്ന് പ്രാർത്ഥനയുടെ ശക്തി പുറപ്പെടട്ടെ. ശബ്ദൽ കൗതക ജൈന സൽപൽ കരുക ചൗഡൽ തലഭാനക ദൈനക ധനബല തലമനബല ശൗഡക ജഗദക തലമാരക ബാലക ദൈതക ജഗനക ധനബല ഹരതല ജൗഡക ജഗദക ജഗദ ജപന ദലബ നഗദ ജഗദ ജഗദ സന്ദർ തലബരബർ ശൗഡക ജഗന ഇന്ദ്രവാരക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തലമുറകളുടെ മേൽ ശത്രു ഇട്ടിരിക്കുന്ന ബന്ധനങ്ങൾ ഞങ്ങൾ അഴിച്ചു മാറ്റുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ഒരൊറ്റ പ്രാർത്ഥന മതി നിനക്ക് ഗുണമാകാൻ. ചില വർഷങ്ങൾക്ക് മുമ്പ്, ഇതിവിടെ 10-12 വർഷമായി ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഈ മീറ്റിംഗ് നടത്തുന്നത്. ഹല്ലേലൂയ. അന്ന് ഈ ഹോളല്ല, ഇതിൻ്റെ താഴത്തെ ഹോളാണ്. അന്ന് ബാൽക്കണി മേളിൽ ഇതിൻ്റെ താഴത്തുള്ള ഹോളുമായിട്ട് കിടക്കുമ്പോൾ സമയത്താണ്. പ്രൈസ് ഗോഡ്. ഇപ്രകാരം പറഞ്ഞു, 4 പ്രാവശ്യം പരീക്ഷ എഴുതി തോറ്റ് ഇനി എഴുതണ്ടെന്ന് വിചാരിച്ച് ഒരു ചെറുപ്പക്കാരനോട് വന്നിട്ടുണ്ട്, നീ എഴുന്നേറ്റ് നിൽക്ക്, നിന്നോടൊരു ആലോചന ഉണ്ടെന്ന് പറഞ്ഞു. ആ മൂലക്കൊരുത്തിന് അവിടെ ആ വാതിലിൻ്റെ അപ്പുറത്തൊരുത്തിന് എഴുന്നേറ്റ് നിന്നു.
പേര് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സിറിൽ. എഞ്ചിനീയറിങ്ങിന് പോയിട്ട് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ആകെ 48 പേപ്പറുള്ളതിനകത്ത് 28 കിട്ടാനുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവാത്മാവ് പറഞ്ഞു, ഇപ്രാവശ്യം നീ ജയിക്കുമ്പോൾ എഴുതിക്കൊള്ളാം. ഹല്ലേലൂയ. ദൈവമക്കളെ, അവൻ 28 ഫീസ് അടച്ചു. എല്ലാവരും ചോദിച്ചടാ ഇതെല്ലാം കൂടി നീ പഠിച്ചെഴുതൂ. ദൈവം പറഞ്ഞിട്ടുണ്ട് എഴുതാൻ. ഞാൻ പോയി എഴുതുക. ഈ 28 പാസ്സായി. ഇന്ന് സിംഗപ്പൂർ ജോലിയില്ല. നിന്റെ ദൈവം ആരെന്ന് മനസ്സിലാക്കി ദൈവത്തെ സേവിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ വിജയക്ഷയത്തിന് വിടുതല തരാൻ ദൈവം മതി. ദൈവത്തിന്റെ കരം ബുദ്ധിക്ക് അതീതമായി ചലിക്കുന്ന ദൈവകരമാണ്. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടും, വെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടും, വെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ദയാളിയെ നടത്തുന്നു. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ദയാളിയെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ. വിശ്വാസത്തോടെ പാടാം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഞാൻ ചോദിക്കട്ടെ, യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല, യാതൊരു മെറിറ്റ് കൊണ്ടുമല്ല, യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ചിലത് സാധിക്കുമെന്ന് ഉറപ്പത്ര പേർക്കുണ്ട്? ഒരു നല്ല സ്തോത്രം പറയാമോ? ഒരെണ്ണം കൂടെ പറയാമോ? ഒന്നുകൂടെ പറയാമോ? In the name of Lord Jesus, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ദുഷ്ടശക്തി, you depart right now. I command in the name of Lord Jesus, I break the power of the devil tonight, the chains of devil tonight, in the name of Lord Jesus. 30:19 അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും,
അവർ കുറഞ്ഞ് പോകയില്ല. തിരിച്ചു കൊണ്ടുവരിക മാത്രമല്ല, നിന്റെ തലമുറയെ വർദ്ധിപ്പിക്കും. ഫറവോൻ്റെ അടുക്കൽ ചോദിച്ചാൽ പറയും, ഫറവോൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? ഇതുങ്ങളുടെ വർധന കണ്ടിട്ടാണ്. ഫറവോൻ തലവേദനയായത്. ഫറവോൻ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഒരിക്കലും യുദ്ധം ഉണ്ടായിട്ടോ, ഇവന്മാരെല്ലാവരും കൂടെ ശത്രുവിൻ്റെ പക്ഷത്ത് ചേർന്ന നമ്മുടെ കാര്യം പോക്കാന്ന്. മനസ്സിലായി? ദൈവമക്കളുടെ വർധന കണ്ടപ്പോൾ ഇവന് പേടിയായി പോയി. ഇന്ന് രാത്രി നിന്നെ വർദ്ധിപ്പിക്കും. നിന്റെ ശത്രു ലജ്ജിക്കത്തക്കവണ്ണമല്ല, ശത്രു ഭയപ്പെടത്തക്കവണ്ണം ഇന്ന് രാത്രി ശത്രുവിൻ്റെ മേൽ, ശത്രുവിൻ്റെ മുൻപാകെ മേശ ഒരുക്കുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഏത് ദൈവമാ? ശത്രുവിൻ്റെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവം. അതിൻ്റെ ഒരു കൊറോളറി ഞാൻ പറയാം. ശത്രു ഇവിടെ വന്നാൽ ഉറപ്പാ ഇവിടെ ദൈവം ഒരിക്കലും മേശ ഒരുക്കും. അപ്പം ശത്രുവിനെ കാണുമ്പോൾ ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ശത്രുവിനെ കാണുമ്പോൾ ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ശത്രുവിനെ കാണുമ്പോൾ ദൈവനെ അനുഗ്രഹിക്കാൻ പോവുകയാണെന്നുള്ളൊരു നിശ്ചയത്തോടെ ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? നിന്റെ കഷ്ടങ്ങൾ കാണുമ്പോൾ, നിന്റെ പ്രയാസങ്ങൾ കാണുമ്പോൾ, നിന്റെ പ്രതികൂലങ്ങൾ കാണുമ്പോൾ, നിന്റെ ദുഃഖങ്ങൾ കാണുമ്പോൾ, അതുകൊണ്ടാണ് ഒരു ദൈവ പൈതലിന്റെ വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാൻ സാധിക്കുന്നത്. നാട്ടുകാർ വിചാരിക്കും ഇവനെന്നടാ ഈ കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്നാണ്. ഇവന് ഈ പ്രശ്നം വന്നപ്പോൾ കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്തിനാ? പ്രശ്നം കണ്ടിട്ടല്ല ബഹളം വെച്ചത്, പ്രശ്നത്തിൻ്റെ കൂടെ വരാൻ പോകുന്ന വിടുതൽ കണ്ടിട്ടാണ്. ഇന്ന് രാത്രി പ്രശ്നം കണ്ട് കൈയിട്ടും കാലോട്ട് അടിക്കല്ലേ. പ്രശ്നം കണ്ടിട്ട് ഒരു സ്തോത്രം പറ, പ്രശ്നം കണ്ടിട്ട് ഒരു ഹല്ലേലൂയ പറ, പ്രശ്നം കണ്ടിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്ക്. ഇന്ന് രാത്രി പ്രശ്നം കാണുന്നതിനപ്പുറത്തായി പ്രശ്നത്തിൽ കൂടെ കടന്നു വരുന്ന ആകാശമേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് മേഘാരൂഢനായി നിന്റെ അടുക്കൽ വരുന്ന ദൈവകൃപയുടെ വ്യാപാരം കണ്ട് സ്തോത്രം പറഞ്ഞാരാധിക്കുക. ഈ കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ എന്നൊക്കെ പാട്ടുകാർ എഴുതി വെച്ചത് നമുക്ക് പാടണമെങ്കിൽ ഈ കാഴ്ചപ്പാട് വേണം. ദിസ് ഈസ് ദ വിഷൻ, ആൻഡ് ദിസ് വിഷൻ ഈസ് ഗോയിങ് ടു ബി എ റിയലൈസേഷൻ. ഇത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് കാണാൻ പറ്റും. നീ വിശ്വസിക്കാൻ പറ്റിയാൽ ഇവിടാണ് വിശ്വാസം അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ യേശു ഉണ്ടെന്നും ദൈവം ഉണ്ടെന്നും വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാം വിറയ്ക്കുന്നുണ്ട്? യേശു ഉണ്ടെന്നും പറഞ്ഞില്ലല്ലോ. പിശാച് വിറയ്ക്കുന്നുണ്ട്. വിശ്വസിക്കേണ്ട എന്നാന്നറിയാമോ? എൻ്റെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും. എനിക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് പറയാൻ പറ്റൂ. എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ ചുമ്മാ പറയുകയല്ല. ഈ ദൈവമായിട്ട് എനിക്കൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ട്. ഇന്ന് രാത്രി യേശുവുമായി യഥാർത്ഥത്തിലൊരു പേഴ്സണൽ റിലേഷൻ ഉള്ളവർക്ക് പറയാൻ സാധിക്കും, എൻ്റെ ദൈവം കാര്യം സാധിപ്പിക്കും. നെഹമ്യാവ് പറഞ്ഞൊരു വാക്യം നമ്മൾ പണ്ടൊരിക്കൽ ഏറ്റു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നവരൊരു സ്തോത്രം പറഞ്ഞേ. ഇത്രയും പേരെ ഓർക്കുന്നതിന് എളുപ്പമായി. അതുകൊണ്ട് ഞാൻ ആ വാക്യം ഒന്നുകൂടെ പറയാൻ പോകുകയാണ്. സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും. കരങ്ങൾ ഉയർത്തി പറയാമോ? സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും. രണ്ട് കരം ഉയർത്തി പറഞ്ഞാട്ട്, സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ കാര്യങ്ങൾ സാധിപ്പിക്കത്തക്കവണ്ണം ഞങ്ങൾ നിന്നോട് അടുത്തു വരുന്നു കർത്താവേ. So everything depends upon a personal relation with the Lord Jesus Christ. വ്യക്തിപരം ഒരു ബന്ധമുണ്ടാകണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുന്ന അധികാരം കൊടുത്തു. മറ്റൊരുത്തനും രക്ഷയില്ല. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെയിൽ നാം രക്ഷിക്കപ്പെടുക നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല, ഇല്ല, ഇല്ല. ഇത് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞിട്ടുള്ള കാര്യം സ്തോത്രം ആരാധിക്കാം. അപ്പോൾ അങ്ങനെ ആരാധിക്കുന്നവന് ദൈവത്തിന് സ്തോത്രം. 19-ാം വാക്യം ബാക്കി വായിച്ചു. അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഞാൻ അവരെ മഹത്വീകരിക്കും, ഞാൻ അവരെ മഹത്വീകരിക്കും, അവർ എളിമപ്പെടുകയുമില്ല. മക്കൾ ഗ്രേറ്റ് ആവും എന്ന് പറഞ്ഞ് എന്തൊരു സന്തോഷമല്ലേ? ആകുന്ന വചനം പറയുന്നത്. എൻ്റെ മക്കളെ ദൈവം താഴ്ത്തി കിട്ടത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് എൻ്റെ കുഞ്ഞുങ്ങളുടെ പേർ വലുതാക്കി അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ, ഓൾ അബ്രഹാമിക് കവനൻസ് എനിക്കുമുണ്ട്, എനിക്കുമുണ്ട്, എനിക്കുമുണ്ട്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ, അബ്രഹാമിൻ്റെ വാഗ്ദത്തങ്ങൾ, അബ്രഹാമിൻ്റെ വിശ്വാസം ലഭിച്ച എനിക്കുമുണ്ട്. ഞാൻ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി നിനക്കൊരു വർധനയും ഒരു അനുഗ്രഹവും തരുന്ന അബ്രഹാമിന്റെ ദൈവം എൻ്റെ മക്കളെയും അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ച് ദൈവത്തിനൊരു സ്തോത്രം പറയാൻ സാധിക്കുമെങ്കിൽ. ഇനി 20-ാം വാക്യം.
അവരുടെ മക്കളും പണ്ടത്തെ പോലെയാകും. അവരുടെ മക്കൾ പണ്ടത്തെ പോലെയാകും. പ്രൈസ് ഗോഡ്. അവരുടെ മക്കളും പണ്ടത്തെ പോലെയാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി പറയുന്നു. മനസ്സിലാക്കണം. പണ്ടത്തെ പോലെ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു. ഞാൻ പണ്ടത്തെ കാലം പോലെ ആക്കുമെന്ന് പറഞ്ഞാൽ, അബ്രഹാമിനെ സഹായിച്ചതുപോലെ ഞാൻ സഹായിക്കും നിൻ്റെ മക്കളെ. ഇസഹാക്കിനെ സഹായിച്ചതുപോലെ ഞാൻ നിൻ്റെ മക്കളെ സഹായിക്കും. യാക്കോബിനെ സഹായിച്ചതുപോലെ ഞാൻ നിൻ്റെ തലമുറയെ സഹായിക്കും. ഇന്ന് രാത്രി ഉറപ്പുണ്ടോ? വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഒരു ദൈവത്തെ ഒരു സ്തോത്രം പറഞ്ഞ് ആരാധിച്ചാട്ട്. തലമുറകളുടെ വിടുതലുകൾ മുമ്പിൽ കണ്ടുകൊണ്ട്, വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട്, അവരുടെ നന്മ കണ്ടുകൊണ്ട്, അവരുടെ ജോലി കണ്ടുകൊണ്ട്, അവരുടെ പഠനത്തിൽ ഉയർച്ച കണ്ടുകൊണ്ട്, അവരുടെ വിവാഹങ്ങൾ കണ്ടുകൊണ്ട്, അവരുടെ യാത്രകൾ മുന്നിൽ കണ്ടുകൊണ്ട്, വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് പറ, എന്റെ തലമുറ തെണ്ടി നടക്കേണ്ടി വരത്തില്ല. ഇത് പറയാൻ ആർക്കധികാരം? നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് അവൻ്റെ സന്തതി ആഹാരം ഇറക്കുന്നതും കണ്ടിട്ടില്ല എന്ന് ദൈവവചനം എഴുതിയിരിക്കുന്നത് ആർക്കാണ്? എനിക്ക് നിനക്കുമാണ്. എത്ര പേർക്ക് പറയാൻ സാധ്യത എനിക്കാണെന്ന്? അതേ ദൈവമക്കൾ, അങ്ങനെ തന്നെ. പ്രൈസ് ഗോഡ്. 20 വാക്യം അടുത്ത, അവരുടെ മക്കൾ പണ്ടത്തെ പോലെയാകും. അവരുടെ സഭ എൻ്റെ മുമ്പാകെ നിലനിൽക്കും. ആ അനുഗ്രഹം നിലനിൽക്കുന്ന അനുഗ്രഹമായിരിക്കുമെന്ന് നമുക്ക് വേണ്ടത്. ഈ കൊമള പോലെ വന്ന് പൊട്ടിപ്പോകുന്നതല്ല, നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ. നിങ്ങൾക്കറിയാമോ, കേരള ഗവൺമെൻറ്റിൻ്റെ ലോട്ടറി അടിച്ച 50 ഭാഗ്യവാന്മാരെ കുറിച്ച് മനോരമ സീരിയലായിട്ട് എഴുതി. ഒടുക്കം പറഞ്ഞത് എല്ലാം ഗുണം പിടിച്ചില്ല, ഒന്നും ഗുണം പിടിച്ചില്ല. നമുക്ക് ലോട്ടറി അടിക്കൊന്നും വേണ്ട, പക്ഷെ നിലനിൽക്കുന്ന ചിലത് കിട്ടും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ചില കുടുംബങ്ങളോട് സംസാരിക്കുന്നു. നിന്റെ തലമുറയ്ക്ക് നിലനിൽക്കുന്ന ചിലത് ദൈവത്തിന് തരാൻ കഴിയും. ഏറ്റെടുക്ക്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുക, വിശ്വാസത്തിൽ ഏറ്റെടുക്കുക. എന്റെ തലമുറയ്ക്ക് ആമേൻ, സംതിങ് ദാറ്റ് ലാസ്റ്റ്. വിവരിക്കാൻ നേരമില്ല, അത് അടുത്തും കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. അവരെ ഉപദ്രവിക്കുന്ന എല്ലാവരെയും ഞാൻ സന്ദർശിക്കും. പ്രൈസ് ഗോഡ്. ഒരുപാട് തെളിവുണ്ട് അല്ലേ? നിങ്ങൾക്ക് തന്നെ തെളിവ് കിട്ടും. നിങ്ങൾ ദൈവത്തെ വേണ്ടതുപോലെ വിളിച്ച് ദൈവത്തെ സേവിച്ച് നിന്ന് നോക്കിയേ, നിങ്ങളുടെ മക്കളെ തൊട്ടം വിവരം അറിയും. അനുഭവം ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ മക്കളെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവവചനം പറയുന്നു, നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ഇന്ന് രാത്രി ഇതുപോലെ സ്നേഹത്തോടെ, ഇതുപോലെ കരുതലോടെ, ഇതുപോലെ സംരക്ഷണത്തിൽ നടത്താൻ കഴിവുള്ള ദൈവം നമുക്കുള്ളപ്പോൾ എത്ര പേർക്ക് സന്തോഷത്തോടെ അവൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ സാധിക്കും? 7 നന്മകളായി പറഞ്ഞത് കേട്ടോ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒഴുക്കിയിട്ടുള്ള 7 നന്മകൾ. 9 ഭൗതികം, 9 ആത്മീകം. ഇത് ശരിക്കും വന്നാൽ 7 തലമുറയുടെ നന്മകൾ. ഇനി 2 ആരോഗ്യം കൂടെ പറഞ്ഞാൽ ആ സബ്ജക്റ്റ് തീരത്തുള്ളൂ. ഒത്തിരി ഉണ്ടെങ്കിൽ 2 മാത്രം ദൈവത്തിൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 30 അധ്യായം 17 വാക്യം. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട്. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ ആരോഗ്യം വരുത്തും. പ്രൈസ് ഗോഡ്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നിന്റെ ആരോഗ്യമില്ലാത്ത അവസ്ഥ കണ്ട് ആരെങ്കിലും നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നീ നിന്ദിക്കപ്പെടാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് ആരോഗ്യം വരുത്തും. ഗിലയാദിൽ മേഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല. ഗിലയാദിൽ മേഞ്ഞ് തൃപ്തി വരുത്തുമെന്ന് പറയുന്നത് വെറുതെയല്ല. നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. വായിക്കാം 12 വാക്യം. 12. അവർ വന്ന് സിയോൻ മകളിൽ 31:12. അവർ വന്ന് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പരിക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. 31:12. അവർ വന്ന് സിയോൻ മുകളിൽ കയറി അവർ വന്ന് സിയോൻ മുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കും. എന്തൊക്കെ
ധാന്യം, ധാന്യം, വീഞ്ഞ്, വീഞ്ഞ്, എണ്ണ, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക് ഓടിവരും. ആ മുടിയൻപുത്രൻ എങ്ങോട്ടാ വന്നത്? ഇതുപോലെയുള്ള നന്മയിലേക്കാണ് വന്നത്. മടക്കി വരുത്തുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എണ്ണ, വീഞ്ഞ്, പിന്നെ ധാന്യം, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെ യഹോവയുടെ നന്മയിലേക്ക് ഓടിവരും. അടുത്തത്, അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാകും. അവർ ഇനി ക്ഷീണിച്ചു പോകയില്ല. ഇതുപോലൊരു മടങ്ങിവരവാണോ വേണ്ടത്? നമുക്ക് നിലനിൽക്കുന്ന ഒരു മടങ്ങിവരവാണോ വേണ്ടത്? ഒറ്റ കാര്യം ചെയ്താൽ മതി. 31:14 ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും. നീ ഒരു നനഞ്ഞ തോട്ടം പോലെയാകും. അടുത്തത്, എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ ഭൗതികവും എൻ്റെ ആത്മീയവും എൻ്റെ തലമുറയും എൻ്റെ ആരോഗ്യവും നന്നാക്കി തരാമെന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനവും വേറെ ഇല്ല ഈ പുസ്തകത്തിലല്ലാതെ. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാമോ? ഈ പുസ്തകത്തിൽ പറയുന്നത് എൻ്റെ പ്രമാണമാകും, വേറെ ഒന്നും വേണ്ട. ഈ പുസ്തകത്തിൽ പറയുന്നത് എൻ്റെ പ്രമാണമാകും. വായിക്ക്, മനസ്സിലാക്ക്, പിൻപറ്റ്, പ്രാർത്ഥിക്ക്, ആരാധിക്ക്, ഉപവസിക്ക്. പ്രശ്നം പരിഹരിച്ചിരിക്കും. മനസ്സിലാക്കിയവർ കരമേറുന്ന സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് കേട്ട ദൂതനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയത ഞങ്ങൾ അന്വേഷിക്കും. ഞങ്ങൾ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും. ഞങ്ങളിനി അലഞ്ഞ് നടക്കേണ്ടവരല്ല. ഞങ്ങളുടെ ദൈവത്തിലേക്ക് ഞങ്ങൾ മടങ്ങിച്ചെല്ലും. ദൈവവചനം വായിക്കും, യേശുവിനോട് പ്രാർത്ഥിക്കും, യേശുവിനെ ആരാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിടുതലും സൗഖ്യവും പ്രാപിക്കും. ഇത് ഉറപ്പാക്കിയിട്ടുള്ളൊരു കരമേറുന്നൊരു സ്തോത്രം പറയാം. അങ്ങനെയാണെങ്കിൽ എഴുന്നേറ്റ് നമ്മൾ പാടിയ പാട്ടിൽ ഒരു വരി പാടി ആരാധിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പിരിഞ്ഞു പോകാം. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാകുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാകുന്നവൻ മുഖാന്തരം. ദൈവം എന്നെ നടത്തുന്നു.
യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടും, കൊല്ലും കുടുങ്ങുകളില്ലായിനി. ഭാരം പ്രയാസങ്ങൾ വന്നിടും, കൊടുങ്ങല്ലേ, ഇനി കൊടുങ്ങല്ലേ, ഭാരത്തിന് പ്രയാസത്തിന് കൊടുങ്ങല്ലേ. യേശുവിന്റെ കൂടെയുണ്ട്, സകലത്തിന് സാധ്യം. സമാധാനം എന്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സമാധാനം എന്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഉറപ്പുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞ് നിർത്താം. May God bless you. Thank you. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലവും തിരുവചനത്തിൽ കൂടെ ഞങ്ങളെ ആശ്വസിപ്പിക്കത്തക്കവണ്ണം, അനുഗ്രഹിക്കത്തക്കവണ്ണം സ്വർഗീയ വചനങ്ങളെ പൊഴിച്ചു തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ നന്മയിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തുന്ന ദൈവം, ഇന്ന് രാത്രികാലം ഏതിലെല്ലാം മനം തിരിഞ്ഞു മടങ്ങി വരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ആരാധനയിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, ഉപവാസത്തിലേക്ക്, വചനധ്യാനത്തിലേക്ക് ഇന്ന് രാത്രികാലം മടങ്ങി വരേണ്ടതുപോലെ മടങ്ങി വന്നാൽ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നതോർത്ത് സ്തോത്രം. പ്രവാസത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തലമുറകൾക്ക് ഇന്ന് രാത്രി സ്വാതന്ത്ര്യം കൽപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനി ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടെ ഇന്ന് രാത്രി മടങ്ങി പോകത്തക്കവണ്ണം ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ പകർന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറകൾ കുറഞ്ഞു പോകാതെ വണ്ണം അവരെ വർദ്ധിപ്പിക്കുന്ന ദൈവം, അവരെ അനുഗ്രഹിക്കുന്ന ദൈവം, ഒരു നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം ഇന്ന് രാത്രി സകല വിടുതലുകളും തലമുറകൾക്ക് വേണ്ടി കൽപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുറിവുകളെ പൊറിപ്പിച്ച് ഇന്ന് രാത്രി ആരോഗ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഞങ്ങളെ മടക്കി അയക്കുന്നതിനാൽ സ്തോത്രം. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ വൃത്തിനെ ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കരങ്ങളിൽ, യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി വചനം കേട്ട ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. തുടർന്ന് അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. മഹത്വമില്ല ഞങ്ങളെ നീക്കി തരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാരുടെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മളോട്, നമ്മളോർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.